പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വലിയ കരുതൽ നമുക്കെങ്ങനെ അനുഭവിക്കാൻ സാധിക്കുമെന്ന് ധ്യാനിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രത്യേകമാംവിധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വേദനകൾ, ദുഃഖങ്ങൾ, അതിലപ്പുറമോട്ട് ചില ഭയത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ എങ്ങനെ തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നും തമ്പുരാൻ്റെ ശക്തി അറിയാൻ എങ്ങനെ സാധിക്കുമെന്നും ധ്യാനിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതായത് തമ്പുരാൻ ശിശു സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. നിർബന്ധിക്കുക. അതിന് മുന്നേ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കി. ആ സന്തോഷ നിമിഷത്തിൽ ഒത്തിരി പേര് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അവരെയും പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈശോ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. നിർബന്ധിച്ച് വിടുകയാണ്. നാം ചിന്തിക്കേണ്ടത് എന്തിനാ നിർബന്ധിച്ച് വിട്ടെ? എന്തിനാണ് യേശു അവരെ നിർബന്ധിച്ചു വിട്ടെ? കാര്യമുണ്ട്. നിർബന്ധിച്ച് പോകുമ്പോൾ അവർ സഞ്ചരിച്ച ബോട്ട് ഇങ്ങനെ ഭയങ്കര തിരമാലയപ്പെട്ടു. അവർക്ക് ഭയം വന്നു. ആ സമയത്ത് ഈശോയെ അവരെ ആശ്രയിക്കുന്നു. അപ്പുറമായിട്ടും ഈശോ അവർ ജീവിതത്തിൽ കടന്നു വന്ന് അവരെ ചേർത്ത് പിടിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട്, അവരെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തമ്പുരാൻ കൊണ്ടുപോകുമ്പോൾ പേടിക്കണ്ട, ഭയപ്പെടേണ്ട. തമ്പുരാൻ അവിടെ വന്ന് നമ്മെ രക്ഷിക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസം ആഴപ്പെടാൻ വേണ്ടി, പ്രയാസങ്ങൾ നിമിഷം യേശുവിനെ ആശ്രയിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒന്നായിട്ട് നമുക്ക് തോന്നാൻ പറ്റും. പ്രിയമുള്ളവർ, അവരങ്ങനെ പോകുന്നു. ആ സമയത്ത് യേശു ഉണരുന്നു, കടലിലൂടെ നടന്നു ചെല്ലുന്നു. അവർ ഭയപ്പെടുന്നു, യേശുവിനെ തിരിച്ചറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒരവസ്ഥയിൽ തമ്പുരാൻ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. തമ്പുരാൻ പറഞ്ഞ 3 കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കുക. ഇനി ഓർക്ക പ്രിയമുള്ളവരെ, കടലിലൂടെ ചെന്നു, നടന്നു ചെല്ലുന്നു. കടലിനെ തമ്പുരാൻ മാറ്റിയില്ല. തിരമാലകളുടെ വരരുന്നും പറഞ്ഞില്ല. മറിച്ച് തിരമാലയിലായിരുന്ന അവരെ ധൈര്യപ്പെടുത്തുന്നു. ഇതാണ് പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ വ്യത്യസ്തമായ അവസ്ഥയോടെ കടന്നു പോകുമ്പോൾ, ഭയമൊക്കെ നമ്മളെ വേട്ടയാടുമ്പോൾ നമുക്ക് ശക്തിയായി മാറും. കടലവിടെയുണ്ട്, വീണ്ടും തിരമാല വന്നു. പക്ഷേ അവർ ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയിട്ടും ഈശോ അവർ തിരിച്ചറിഞ്ഞില്ല. കടലിലൂടെ നടന്നു വന്ന ഈശോയെ കണ്ട് അത് തിരിച്ചറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, എങ്കിൽ അവരെ രക്ഷിച്ചപ്പോൾ അവ തമ്പുരാനെ തിരിച്ചറിഞ്ഞു. കടലിനെ ശാന്തമാക്കിയപ്പോൾ അവ ദൈവത്തെ തിരിച്ചറിഞ്ഞു. അവരുടെ ജീവിതത്തിൽ കരുതലായി കർത്താവ് കടന്നു വന്നപ്പോൾ ഈശോയെ അവർ തിരിച്ചറിഞ്ഞു. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദുഃഖവും വേദനയും ഭയവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട. ഓർക്കുക, എൻ്റെ അരികിലേക്ക് കരുതലോടുകൂടി അവന് കടന്നു വരും. എന്നിട്ട് എന്നോട് പറയും, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, 3 കാര്യം ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛനേശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.